ഇന്നത്തെ മുസ്ലിം സഹോദരിമാരിൽ 90% പേരും തലയിൽ മുണ്ടിടാത്തവരാണ്. തല മറക്കാൻ ഭയങ്കര മടിയാണ്. സ്കൂളിലേക്കും കോളേജിലേക്കും മക്കളെ പറഞ്ഞു വിടുമ്പോൾ അവരുടെ തോളിലാണ് മുണ്ട്, തലയിലില്ല. ഇത് ശ്രദ്ധിക്കാനോ ഇത് ചെയ്യാൻ പാടില്ല മകളെ, തലമറക്കൽ നമുക്ക് നിർബന്ധമാണ്, മുടി അന്യരെ കാണിക്കാൻ പാടില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ചങ്കുറപ്പുള്ള മാതാപിതാക്കളിനില്ല. എന്നാൽ തലമറക്കാത്ത സഹോദരിമാരും അവരുടെ ഉപ്പയും ഉമ്മയൊക്കെ കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ കുറെ കാഴ്ചകൾ കാണാൻ ഇടയായിട്ടുണ്ട്. അതിലൊരു കാഴ്ച ഞാനിവിടെ പറയട്ടെ. അവിടെ കഠിനമായി ശിക്ഷിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അവളുടെ മുടി കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. ആ മുടിയിൽ അവളെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. താഴെ ഭയാനകമായ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീയുടെ കാഠിന്യം കൊണ്ട് അവളുടെ തലച്ചോറൊക്കെ തിളച്ച് പതഞ്ഞു പൊന്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിച്ചു, ജിബ്രീലേ, ഏതാണ് ആ സ്ത്രീ, എന്താണ് അവർ ചെയ്ത കുറ്റം? അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, നബിയെ, നമുക്ക് നടക്കാം, നമുക്ക് ഇനിയും കൂടുതൽ കാണുവാനുണ്ട്. അങ്ങനെ പല രീതിയിലുമുള്ള ശിക്ഷിക്കപ്പെടുന്ന സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കാണുകയുണ്ടായി. അതൊന്നും ഇവിടെ പറയുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഈ സംഭവം കേട്ടുകൊണ്ടിരിക്കുന്ന മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിഷമം സഹിക്കാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹദി ചോദിച്ചു, ഉപ്പ, എന്താണ് ആ സ്ത്രീകൾ ചെയ്ത കുറ്റം? എന്തിനാണ് അവരെങ്ങനെ ശിക്ഷിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ, ഞാൻ ആദ്യം പറഞ്ഞ തലമുടി കൂട്ടിക്കെട്ടി മുകളിലേക്ക് കെട്ടിത്തൂക്കിയ നിലയിൽ തലച്ചോറ് പതഞ്ഞു പൊങ്ങുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവൾ അന്യപുരുഷന്മാരുടെ മുന്നിൽ തലമുടി പൂർണ്ണമായി മറക്കാത്തവളായിരുന്നു. അതായത് ആ സ്ത്രീ തലമറക്കാത്ത സ്ത്രീ ആയിരുന്നു. നഊദുബില്ലാ, ഓരോ സഹോദരന്മാരും ശ്രദ്ധിക്കണം. ഈ കാലത്തെ മോഡൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ മക്കൾ നരകത്തിൽ കിടന്ന് കത്തിക്കാളുന്ന രംഗം നിങ്ങൾക്ക് നാളെ കാണേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ, ഭാര്യമാരെല്ലാം